അല്ല, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ഇപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. ആകെയുള്ള 2 മിനിറ്റ് സമയത്തെ പ്രതികരണത്തിനിടെ എത്ര തവണയാണ് അടച്ചിട്ടിരിക്കുകയാണെന്ന് 2 മന്ത്രിമാരും പറഞ്ഞത്. വാസ്തവത്തിൽ ഈ തെറ്റായ കാര്യങ്ങൾ ദയവായിട്ട് പ്രചരിപ്പിക്കരുത്. നമ്മളിത് കണ്ടല്ലോ, ഒരു അടച്ചിട്ടിരുന്ന ബ്ലോക്കാണ് തകർന്നതെന്ന് വെച്ചാൽ അത് ഇടിഞ്ഞ് വീണത് നമ്മൾ കേട്ടു. അവരിത് ആവർത്തിച്ച് പറയുമ്പോഴും ജീവന് വേണ്ടി തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു പിടയുകയായിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ. ഞങ്ങൾ സമാധാനം പറയും. ആര് പറയും? ഇവര് പറയോ? ഇല്ലല്ലോ. ഞാൻ ഓടിയ വന്ന് എൻ്റെ അമ്മയെ കാണാൻ ആ ബാത്റൂമിൽ കയറി കൈ കഴിച്ച് ഇറങ്ങി ഞാൻ ഒരു സെക്കൻഡിങ് മാറി നേരം കൊണ്ടാണ് താഴോട്ട് വീണത്. അന്നാലും ആ പുറകോട്ട് തടിച്ച് വീഴുന്നത്, അല്ലെങ്കിൽ ഞാനും അതിനകത്തായി പോയേനെ. ഒരു മിനിറ്റിന്റെ നേരം. ഈ കെട്ടിടാവശിഷ്ടങ്ങൾ ഇതേപോലെ തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് JCB പ്രവർത്തിക്കുന്നതെന്നാണ്. ഏതെങ്കിലും മനുഷ്യർ അതിനകത്ത് ഉള്ള ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. ആ തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ബിന്ദുവിന്റെ ശരീരം കണ്ടെത്തിയത്. ഒരുപക്ഷെ ഒരു മനുഷ്യജീവൻ അകത്തുണ്ട് എന്നുള്ള രീതിയിലാണോ തിരച്ചിൽ നടത്തിയത് എന്നുള്ളൊരു സംശയം നമുക്ക് കണ്ടു നിന്നവർക്ക് ഉണ്ടാകും. ഏകദേശം 12:30 കഴിയുന്ന സമയത്താണ് നമ്മളിപ്പോൾ ചാണ്ടികുമലിൽ നിന്ന് ഇത്തരത്തിലൊരു കാര്യം അറിയുന്നത്. ഒരു സ്ത്രീ, ഒരു കുട്ടി അവിടെ ഉണ്ട്, അവരുടെ അമ്മയെ കാണാനില്ലാത്ത തരത്തിൽ പരാതി പറയുന്നു. തരത്തിൽ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നും ആളുകൾ പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നും ആവർത്തിച്ച് പറയാനുള്ള ഒരു അമിത വ്യഗ്രത ഈ 2 മന്ത്രിമാർക്കും ഉണ്ടായിരുന്നു. ആശുപത്രി സൂപ്രണ്ടും അത് അവിടെ എത്തി പറയുകയും ചെയ്തു. ഒരു പക്ഷേ ഇവരാരും അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നാട്ടുകാർ ചേർന്നാണെങ്കിലും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റി അവരെ രക്ഷിക്കുമായിരുന്നു. ഇനി ആരും ഇല്ല, ഉണ്ടാവാനുള്ള സാധ്യതയില്ല, ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അടച്ചിട്ട കെട്ടിടമാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ ഗൗരവമുണ്ടായില്ല. ഏതാണ്ട് 2-2.5 മണിക്കൂറിന് ശേഷമാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം എത്തിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാൻ തുടങ്ങി. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ആ സ്ത്രീയുടെ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കണ്ടെത്തി. ജീവൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ വൈകിയിരുന്നു, ഒരുപാട് വൈകിപ്പോയിരുന്നു. ആ വൈകലിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം, കാണുന്ന നിങ്ങൾക്കറിയാം. ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നല്ലോ, ഇത് അടച്ചിട്ടിരുന്നതാണ്. ഇത് അപ്പുറത്ത് വാർഡപ്പുറത്താ. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റ് ഒക്കെ അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പൊ ഇടിഞ്ഞു പോയത്. അല്ലല്ല, അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. അടച്ചിട്ടിരുന്നതാണ് കളവ്, വാർഡ് അകലെയാണ് കളവ്, വേസ്റ്റ് ഡംപ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കെട്ടിടം കളവ്, ആരും ഉണ്ടാവാൻ സാധ്യതയില്ല, ഉപയോഗിക്കുന്ന കെട്ടിടമായിരുന്നില്ല കളവ്. ഈ കളവുകൾക്ക് മുകളിൽ ഇതെല്ലാം പറയുമ്പോഴും അതിനെല്ലാം താഴെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സ്ത്രീ വേണ്ടി പിടയുകയായിരുന്നിരിക്കണം.